ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഗൂഗിൾ ഫോമിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലൂടെ നാം പരിചയപ്പെടുന്നത് ഗൂഗിൾ ഫോമിലൂടെ ഓൺലൈൻ ക്വിസുകൾ എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാം, അവയ്ക്ക് മാർക്കുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം, മത്സരത്തിൽ നിശ്ചിത ശതമാനം മാർക്ക് നേടുന്നവർക്ക് എങ്ങനെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ നൽകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ഗൂഗിൾ ഫോമിൻ്റെ പാർട്ട് 1 ട്യൂട്ടോറിയലിലൂടെ നമുക്ക് ഗൂഗിൾ ഫോമിലോട്ട് എങ്ങനെ എൻറ്റർ ചെയ്യാം, ഗൂഗിൾ ഫോമിൽ എങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഫോം ഡിസൈൻ ചെയ്യാം, ആ ഡിസൈൻ ചെയ്ത ഫോംസ് എങ്ങനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം എന്നുള്ളതൊക്കെ നാം കഴിഞ്ഞ പാർട്ട് 1 ട്യൂട്ടോറിയലിലൂടെ നാം പരിചയപ്പെട്ടു. ഇന്ന് നാം ചെയ്യുന്നത് ഒരു ഓൺലൈൻ ക്വിസ് എങ്ങനെ നമുക്ക് ഗൂഗിൾ ഫോമിലൂടെ സെറ്റ് ചെയ്യാം, ആ സെറ്റ് ചെയ്യുന്ന ഓരോ ക്വിസിലെ ഓരോ ക്വസ്റ്റ്യൻസിനും എങ്ങനെ നമുക്ക് മാർക്കുകൾ സെറ്റ് ചെയ്യാം. ഈ മാർക്കുകൾ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അതിൽ നിശ്ചിത ശതമാനം മാർക്ക് നേടുന്ന കുട്ടികൾക്ക് അത് നമുക്ക് എങ്ങനെ ഒരു ഇമെയിലിലൂടെ ഈ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ സെൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നാം പരിചയപ്പെടുന്നത്. ഞാനിവിടെ ഗൂഗിൾ ഫോമിൽ ഒരു സാമ്പിളായിട്ട് ഒരു ഫോം ഇവിടെ നിങ്ങൾക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ടൈം കൂടുതൽ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിന് ഹെഡിങ് ഞാൻ ടെസ്റ്റ് യുവർ IQ എന്ന് കൊടുത്തിട്ടുണ്ട്. സബ് ഹെഡിങ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസർ 5 questions ടു ടെസ്റ്റ് യുവർ IQ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇമെയിൽ അഡ്രസ്സ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഇമെയിൽ അഡ്രസ്സ് എന്ന ഒരു കാര്യം ഞാൻ ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ക്യൂസ് മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ഇമെയിലിലൂടെ നമുക്ക് ലഭിക്കണമെങ്കിൽ അവരിൽ നിന്ന് ആദ്യമേ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇത് അൺടിക്ക് ചെയ്ത് സേവ് കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കാണിക്കത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ഇമെയിൽ അഡ്രസ്സ് എനിക്ക് അനിവാര്യമായതുകൊണ്ടാണ് ഞാനിവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന ഒരു ഓപ്ഷൻ കൊടുത്തത്. അതിനുവേണ്ടി സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക, ജനറൽ ടാബിൽ കളക്ട് ഇമെയിൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക. അടുത്തത് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസിൻ്റെ ഇതിൽ പങ്കെടുക്കുന്ന ആളുടെ പേരാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ ഒരു പേര് ടൈപ്പ് ചെയ്തു. അതൊരു ഷോർട്ട് ആൻസറാണ്, അത് മൾട്ടിപ്പിൾ ചോയ്സ് ഒന്നുമല്ല, ഷോർട്ട് ആൻസറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് സാമ്പിളായിട്ട് ഒരു 5 questions ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 questions നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റൈലും രീതിയൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ്. ഞാനിവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഓപ്ഷൻ കൂടെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ 3 ഓപ്ഷൻ കൊടുത്തു: രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റു. ഇവിടെ പ്രത്യേകം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊരു ക്വിസ് മത്സരം ആയതുകൊണ്ട് ഇതിനൊരു റൈറ്റ് ആൻസർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ കാര്യം നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ സെറ്റിങ്സിൽ ക്വിസസ് എന്ന ടാബ് ഓൺ ചെയ്യുക. ഇവിടെ ഒരു മേക്ക് ദിസ് ആസ് എ ക്വിസ്, ഈ സ്ലൈഡർ ഓൺ ആക്കുക. ഓണാക്കിയതിന് ശേഷം നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നേരത്തെ ഉള്ള ചോദ്യങ്ങളുടെ താഴെയായി ഒരു ആൻസർ കീ എന്ന ഒരു ഓപ്ഷൻ കൂടെ നമുക്കിപ്പോൾ പുതുതായിട്ട് കാണും. അതിനുശേഷം നാം ചെയ്യേണ്ടതിൽ ഇതിലേതാണ് റൈറ്റ് ആൻസർ എന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആൻസർ കീ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ചൂസ് കറക്റ്റ് ആൻസേഴ്സ്. ഇതിൽ യഥാർത്ഥ ആൻസർ ഏതാണ് നമ്മൾ അവിടെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ റൈറ്റ് ആൻസർ ഇതാണെന്നാണ് നാം സെലക്ട് ചെയ്തത്. ഈ ആൻസറിൽ ഇതാണ് റൈറ്റ് ആൻസർ എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. കൂടാതെ ഈ ഒരു ചോദ്യത്തിന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും 5 മാർക്കാണ് കൊടുക്കാനെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് 5 മാർക്കെന്ന് കൊടുക്കാം. അതായത് ഒരു ഈ ക്വസ്റ്റ്യന് 5 മാർക്കാണ്. കൊടുത്തതിന് ശേഷം ഡൺ കൊടുക്കുക. 4ാമത്തെ ചോദ്യത്തിൽ വന്നതിന് ശേഷം ആൻസർ കീ ക്ലിക്ക് ചെയ്യുക. ശരിയായ ആൻസറിനെ ഇവിടെ ടിക്ക് ചെയ്യുക, മാർക്ക് അസൈൻ ചെയ്യുക, ഡൺ കൊടുക്കുക. ലാസ്റ്റ് 5ാമത് ഞാൻ 5 ക്വസ്റ്റ്യനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആൻസർ കീ താഴെ കാണും. അവിടെ ഞാൻ ഇതാണ് കൊടുക്കുന്നത്, ഡൺ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ 5 ക്വസ്റ്റ്യനും ആൻസർ കീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാം ചെയ്യാൻ പോകുന്നത്, അതായത് എങ്ങനെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്, ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികൾക്കും നിശ്ചിത ശതമാനം മാർക്ക് നേടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കാം എന്നുള്ള കാര്യമാണ് നാം ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അതിനായി നാം ചെയ്യേണ്ടത്, ഇവിടെ വലതുഭാഗത്ത് 3 dots ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ ആഡ് ഓൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഓൺസ് എന്ന് പറയുന്നത്
നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഫീച്ചറോട് കൂടിയ ചില സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ആഡ് ഓൺസ് എന്ന് പറയുന്നത്. അതായത് ഗൂഗിൾ ഫോമിനോടൊപ്പം അഡീഷണലായിട്ട് നമ്മൾ ചില ഫീച്ചേഴ്സിന് വേണ്ടി ആഡ് ചെയ്യുന്ന ചില ആപ്ലിക്കേഷനുകളാണ് ആഡ് ഓൺസുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ആഡ് ഓൺസ് എന്ന് പറയുന്നത് അഡീഷണൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സർട്ടിഫൈ EM എന്നിവിടെ ടൈപ്പ് ചെയ്യുക. സർട്ടിഫൈ EM എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ വരുന്ന റിസൾട്ടിൽ ഇവിടെ സർട്ടിഫൈ EM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർമിഷൻ ചോദിക്കും. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സിൽ നിന്നാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചില കണ്ടീഷൻസൊക്കെ അലോ ചെയ്യേണ്ടതുണ്ട്. അത് അലോ എന്ന് കൊടുക്കുക. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സർട്ടിഫൈഡ് EM ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് എന്ന് കാണും. ഡൺ കൊടുക്കുക. നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഐക്കൺ ഇവിടെ കാണും. ആഡ് ഓൺസിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണും. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത സർട്ടിഫൈഡ് EM എന്ന് പറയുന്ന ആഡ് ഓൺസിനെ ഈ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഡ് ഓൺസ് ക്ലിക്ക് ചെയ്യുക. ആഡ് ഓൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പേര് ഇവിടെ കാണും. അവിടെ നിന്ന് സർട്ടിഫൈഡ് EM ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന മെനുവിൽ നിന്ന് ഷോ സർട്ടിഫൈ EM കൺട്രോൾസ്, നമ്മുടെ സർട്ടിഫൈഡ് EMസിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണിക്കാൻ വേണ്ടി ഇത് ജസ്റ്റ് ഷോ സർട്ടിഫൈഡ് EM കൺട്രോൾസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വലതുഭാഗത്തായിട്ട് സർട്ടിഫൈഡ് EM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ കൺട്രോൾസിൻ്റെ ഒരു വിൻഡോ ഇവിടെ വരും. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് എന്ന് കാണിക്കുന്നു. ഇവിടെ സർട്ടിഫിക്കേഷൻ ഈസ് ഓഫ് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഫ് എന്നേ കാണിക്കത്തുള്ളൂ. അതായത് നമ്മുടെ സർട്ടിഫൈഡ് EM എന്ന് പറയുന്നതിനെ ഓൺ ആക്കണം. ടേൺ ഓൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ് ഇവിടെ കാണിക്കും. പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ കാണിക്കുന്നു സർട്ടിഫിക്കേഷൻ ഈസ് ഓൺ എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇവിടെ പാസിംഗ് എന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെയാണ് നാം ഈ ക്യൂസ് മത്സരത്തിൽ എത്ര ശതമാനം മാർക്ക് നേടുന്നവർക്കാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് 50% മേലെയാണ് എങ്കിൽ ഇവിടെ 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ. പകരം 80% മാർക്ക് നേടിയവർക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് 80 ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 80% ഒന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ടെംപ്ലേറ്റ് എന്നൊരു സെക്ഷനുണ്ട്. ടെംപ്ലേറ്റ് എന്ന സെക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒരു മോഡൽസ്, ഏത് മോഡലിലുള്ള സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റുകളുടെ പേര്, അപ്പോൾ ഇത് എന്ത് സ്റ്റൈലിലാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. അതിനുവേണ്ടി പ്രിവ്യൂ ആളെന്ന് കൊടുക്കുക. പ്രിവ്യൂ ആളെന്ന് കൊടുക്കുമ്പോൾ അവിടെ കാണിക്കുന്ന പേരുകളിൽ ഉള്ള സർട്ടിഫിക്കറ്റുകളുടെ മോഡലുകൾ നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഉദ്ദേശിച്ച ഇത് നമ്മൾ ഉദ്ദേശിച്ചതാണെങ്കിൽ ഇപ്പോൾ തംസ് അപ്പ് എന്നുള്ള ഒരു സ്റ്റൈലാണ് നമുക്ക് വരേണ്ടതെങ്കിൽ നമ്മൾ തൊട്ടുമുമ്പുള്ള ആ വിൻഡോയിൽ വന്നതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം തംസ് അപ്പ്, നമ്മൾ അതിൻ്റെ പ്രിവ്യൂ നമ്മൾ കണ്ടു. ആ മോഡലിലുള്ള സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിനുശേഷം നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വിസ് മത്സരത്തിലെ ഒരു കുട്ടി എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവസാനം വരുന്ന മെസ്സേജ് എന്താണെന്നാണ്. ഇവിടെ ഓൾറെഡി ഒരു സാമ്പിളായിട്ട് കൊടുത്തു. താങ്ക് യു ഫോർ യുവർ സബ്മിഷൻ, ഇഫ് യു പാസ്ഡ് യു വിൽ റിസീവ് എ പ്രിൻ്റബിൾ സർട്ടിഫിക്കറ്റ് ഷോർട്ട്ലി എന്ന് കാണും. ഇവിടെ അവർക്ക് ലഭിക്കുന്ന ഇമെയിലിൽ ആര് അയച്ചു എന്ന് അറിയണമെങ്കിൽ, ഇപ്പം നമ്മൾ സ്കൂളിൽ ചെയ്യുന്നെങ്കിൽ സ്കൂളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്കൂളിൽ നിന്ന് വന്ന ഇമെയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടൻറ്റ് വയ്ക്കണമെങ്കിൽ കണ്ടൻറ്റൊക്കെ വയ്ക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ സെൻഡ് അസ് PDF ഫയലായിട്ടാണ് നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ PDF എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇമേജ് എന്ന് കൊടുക്കാം. PDF ആകുമ്പോൾ നമുക്ക് അത് കൺവീനിയൻ്റ് ആണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സർട്ടിഫൈ EMസിൻ്റെ കൺട്രോൾസിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഈ ഒരു ക്വസ്റ്റ്യൻസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. നാം സാധാരണ ചെയ്യുന്നത് പോലെ സെൻഡ് ക്ലിക്ക് ചെയ്യുക. സെൻഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഇമെയിൽ വഴി അയച്ചു കൊടുക്കേണ്ട രീതി നിങ്ങൾക്കറിയാം. ഇമെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമെയിൽ വഴി നമുക്ക് സെൻഡ് ചെയ്യാം. അഥവാ മറ്റു ലിങ്ക് ആണ് നമുക്ക് വാട്സാപ്പ് വഴി അയക്കേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ അതിൻ്റെ ലിങ്ക് കാണിക്കും. അത് കുറച്ച് ഷോർട്ടൺ ചെയ്യാൻ വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ലിങ്കായിട്ട് മാറും. എന്നിട്ട് അത് കോപ്പി എടുക്കുക.
കോപ്പി എടുത്തതിന് ശേഷം നമുക്ക് ലാപ്ടോപ്പിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ ലിങ്ക് നമുക്കതിൽ പേസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലം ഞാൻ ഈ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഈ ലിങ്ക് ഒരു പുതിയൊരു വിൻഡോയിൽ വച്ച് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ നമുക്ക് ഒരു ഡെമോയ്ക്ക് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ രീതിയിലായിരിക്കും വരുന്നത്. ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സാമ്പിളായിട്ട് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. പേര് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ക്വസ്റ്റ്യൻസിലോട്ട് വരുന്നു. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസൻറ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഞാൻ ആൻസർ ചെയ്യുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ഞാനിതെല്ലാം ഫുൾ ആൻസർ, റൈറ്റ് ആൻസർ എന്ന രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ കൊടുത്താൽ താങ്ക് യു ഫോർ യുവർ സബ്മിഷൻ, ഇഫ് യു പാസ്ഡ് യു വിൽ റിസീവ് എ പ്രിൻറ്റബിൾ സർട്ടിഫിക്കറ്റ് ഷോർട്ട്ലി എന്ന് കാണിക്കും. അതിന് തൊട്ട് താഴെ നമുക്ക് വ്യൂ സ്കോർ എന്ന് കാണിക്കും. നമ്മളിവിടെ നിന്ന് വ്യൂ സ്കോർ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആൻസർ ചെയ്ത ടോട്ടൽ പോയിൻറ്റ്സ് 25 ഔട്ട് ഓഫ് 25. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശരി ഉത്തരമാണ്, രണ്ടാമത്തതും ശരി ഉത്തരമാണ്, മൂന്നാമത്തതും ശരി ഉത്തരമാണ്, നാലാമത്തെ നമ്മൾ ഫുൾ ആൻസർ സെറ്റ് ഇതനുസരിച്ച് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിക്ക് നമുക്ക് കൊടുക്കാം. ഷൈൻ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഞാൻ 80% മാർക്ക് കിട്ടാത്ത രീതിയിൽ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുന്നു. ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുക്കുമ്പോഴും ഇവിടെ താങ്ക് യു ഫോർ യുവർ സബ്മിഷൻ വന്നു. വ്യൂ സ്കോർ നോക്കാം. ഇവിടെ ടോട്ടൽ പോയിൻറ്റ്സ് 5 വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. നോക്കാം. ഒന്നാമത്തത് തെറ്റാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു ആണ്. രണ്ടാമത്തെ ശരിയാണ്, അത് കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ തെറ്റാണ്, നമ്മൾ മാർക്ക് ചെയ്ത് തെറ്റാണെന്ന് കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആൻസറും ഇവിടെ കാണിക്കുന്നുണ്ട്. നാലാമത്തെ തെറ്റാണ്, അഞ്ചാമത്തെ തെറ്റാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ലിങ്ക് വഴി ചെയ്തത്. ആ 2 കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ റെസ്പോൺസിൽ ഇവിടെ കാണാനും സാധിക്കും. ഇവിടെ നോക്കിയാൽ 2 റെസ്പോൺസും എൻ്റർ ചെയ്തിരിക്കുന്നത് ഒരേ ഇമെയിൽ അഡ്രസ്സ് ആയതുകൊണ്ട്, പക്ഷേ 2 പേരാണ്. ഒന്നാമത്തെ ആളിന് 25 സ്കോറും രണ്ടാമത്തെ ആളിന് 5 സ്കോറാണ് ചെയ്തത്. ഒന്നാമത്തെ ആൾ ക്രിസ്ത്യനാണ്, രണ്ടാമത്തെ ആൾ ഷൈനാണ്. ഇനി നാം നോക്കേണ്ടത് ഈ പാസ്സായ 80% മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് സർട്ടിഫിക്കറ്റ് വന്നോ ഇല്ലയോ എന്ന് നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ക്വിസ് കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ക്വിസിൻ്റെ ഇതിൽ ഞാൻ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ക്വിസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആ ഇമെയിലിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ യുവർ സർട്ടിഫിക്കറ്റ് ഈസ് ഹിയർ ഫോർ എന്ന് പറഞ്ഞിട്ട് കൺഗ്രാറ്റ്സ് ക്രിസ്ത്യൻ യു പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കൺഗ്രാറ്റ്സ് ക്രിസ്ത്യൻ യു പാസ്ഡ് യുവർ സർട്ടിഫിക്കറ്റ് അറ്റാച്ച്ഡ് ദിസ് ഇമെയിൽ ഡൗൺലോഡ് ആൻഡ് പ്രിൻ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മെയിലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇവിടെ ഡൗൺലോഡായി കാണാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് സർട്ടിഫിക്കറ്റാണോ അവിടെ സെലക്ട് ചെയ്തത്, ദിസ് സർട്ടിഫിക്കറ്റ് ഡിക്ലെയർ ദാറ്റ് ക്രിസ്ത്യൻ ഹാസ് കംപ്ലീറ്റഡ് ഓൺ അതിൻ്റെ ഡേറ്റ് വന്ന് പാസിംഗ് വിത്ത് സ്കോർ 100% മുഴുവനും ആൻസർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മനോഹരമായൊരു സർട്ടിഫിക്കറ്റ് വിജയിക്ക് മെയിലിലൂടെ ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് നമ്മുടെ ഫോമിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ റെക്കോർഡ്സ് എന്നൊരു ഇതുണ്ട്. ഇതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഷീറ്റിലോട്ടാണ് വരുന്നത്. നമ്മൾ എപ്പോഴാണ് ഒന്നാമത്തെ ആൾ ഈ ക്വിസിൽ പങ്കെടുത്തത്, അതിൻ്റെ ടൈം കാണിക്കും, ഏത് ഇമെയിലിൽ നിന്നാണ് അദ്ദേഹം അവിടെ കൊടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് എത്ര പെർസെൻറ്റേജാണ് കിട്ടിയത്, അയാൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ട്രൂ എന്ന് കാണിക്കും, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ID ഇവിടെ കാണിക്കും. രണ്ടാമത്തെ ആൾ ലോഗിൻ ചെയ്ത സമയം അദ്ദേഹം യൂസ് ചെയ്ത ഇമെയിൽ അഡ്രസ്സ് ഏതാണ്, രണ്ടാമത്തെ ആളുടെ പേര് ഷൈൻ എന്നായിരുന്നു. അയാൾക്ക് 5% കിട്ടിയത്, അതായത് 20% അയാൾ പാസ്സായിട്ടില്ല. കാരണം നമ്മൾ സെറ്റ് ചെയ്തതനുസരിച്ച് 80% മാർക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് ID ജനറേറ്റ് ആകാത്തത്. ഈ ഷീറ്റിനെ നമുക്ക് ഫയൽ ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ഒരു PDF ആയിട്ട് ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു PDF ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം പറഞ്ഞ് മനസ്സിലാക്കിയത്. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സർട്ടിഫൈഡ് EMൻ്റെ ഒരു ആപ്സ് നമ്മൾ ആഡോൺസ് സർട്ടിഫൈഡ് EMൻ്റെ ആഡോൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. സർട്ടിഫിക്കേഷൻ ഓണെന്ന് കൊടുത്തു, പാസിംഗ് പെർസെൻറ്റേജ് കൊടുത്തു, ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ഇപ്രകാരം നമുക്ക്
ഫ്രണ്ട്സ്, ഇപ്രകാരം നമുക്ക് വളരെ ഫലപ്രദമായി ഓൺലൈൻ ക്വിസുകൾ നമുക്ക് സെറ്റ് ചെയ്ത് അവയ്ക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയാസ് സെറ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കലി അവരുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ലഭിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും സമാനമായ രീതിയിൽ ഒരു സാമ്പിൾ ക്വിസ് സെറ്റ് ചെയ്യുക, ഒരു മാർക്ക് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസിന് എത്ര മാർക്കാണ് സെറ്റ് ചെയ്യുക, നിശ്ചിത പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കിട്ടുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന രീതിയിലും സെറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.